ആര്യ രാജേന്ദ്രൻ മുൻ മേയറാണ്. അവർ ഇന്ന് അനുഭവിക്കുന്ന ഒരു ത്യാഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു പ്രേക്ഷകരെ, വിഷയത്തിലേക്കൊക്കെ കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ആര്യ രാജേന്ദ്രന് വന്നൊരു ഗതികേട് നമ്മളിൽ ആർക്കും വരല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ശത്രുക്കൾക്കും ഇങ്ങനൊരു ഗതികേട് വരല്ലേ എന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ഒരു നടുക്കുന്ന ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒരു കാര്യം ഉറപ്പാണ്, CPM ഉടൻ ആര്യ വിടുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരൊറ്റ കാര്യം പറയാം. ഞാൻ CPMൻ്റെ വലിയൊരു നേതാവാണ്, ഒരു മേയറാണെന്ന് നിങ്ങൾ കരുതൂ. എന്നാൽ ഒരു എലക്ഷൻ വന്നിട്ട് എൻ്റെ പദവി ഇല്ലാതാവുന്നു. എന്നെ CPM മൈൻഡ് ചെയ്യാത്ത ആ ഒരു അവസ്ഥയിൽ ഞാൻ BJPക്ക് വിളിച്ചിട്ട് പറയുന്നു ഞാൻ ഇന്ന് BJPയിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് വിളിച്ചിട്ട് പറയുന്നു ഞാൻ CPM വിടുന്നു, നാളെ മുതൽ ഞാൻ കോൺഗ്രസിലേക്ക് വരുന്നു. അപ്പോൾ കോൺഗ്രസും BJPയും എന്നോട് പറയുകയാണ് നിന്നെ ആവശ്യമില്ല, നിന്നെ ഞങ്ങളുടെ പാർട്ടിയിൽ എടുക്കുന്നില്ല. അങ്ങനൊരു റീപ്ലൈ നമ്മൾ കേട്ടാൽ എന്താവും? നിലവിൽ ആര്യ രാജേന്ദ്രന്റെ അവസ്ഥ അങ്ങനെയാണ്. കരയുകയാണ് ആര്യ. ഒരു ഫോൺ സംഭാഷണമുണ്ട്, അതൊക്കെ വെച്ച് തരാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കാണണം. ഇന്നലെ CPMൻ്റെ വലിയ ഒരു പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാമിലേക്ക് ആര്യ രാജേന്ദ്രൻ വരികയാണ്. സ്റ്റേജിൽ ആര്യ രാജേന്ദ്രന് സ്ഥാനമില്ല. എന്തിനു വേണം, സദസ്സിൽ പോലും സ്ഥാനമില്ല. വേണ്ട, മുതിർന്ന ഒരു നേതാക്കൾ പോലും ആര്യയോട് സംസാരിക്കുന്നില്ല എന്നാണ്. ആര്യയുടെ ഭർത്താവായ സച്ചിന് ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ അതായത് പ്രചരണത്തിന് പോലും ആര്യ പോകുന്നില്ല. അല്ലാതെ ഒരു കാര്യം കൂടി പറയുകയാണ്, CPM വലിയൊരു താക്കീത് കൊടുക്കുകയാണ് ആര്യക്ക്. ഒരക്ഷരം പോലും പാർട്ടിയെ കുറിച്ച് മിണ്ടരുത്, മിണ്ടാപ്രാണിയെ പോലെ മിണ്ടാതെ അടങ്ങിയിരിക്കണമെന്നാണ് ആര്യയോട് CPM പറഞ്ഞത്. പൊന്നു പ്രേക്ഷകരെ, അപ്പോൾ ഞെട്ടിക്കുന്ന ഒരു ഫോൺ സംഭാഷണമുണ്ട്, അതിലേക്കൊക്കെ കടക്കാം. ആരായിരുന്നു ആര്യ രാജേന്ദ്രൻ? നമുക്ക് ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒന്നൊന്നായിട്ട് കണ്ടുകൊണ്ട് ഇന്നലെ എന്താണ് ആര്യക്ക് സംഭവിച്ചത്, ആ ഒരു നടുക്കുന്ന ഫോൺ സംഭാഷണത്തിലേക്കൊക്കെ വരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ആര്യ ഇപ്പം ഇത്തവണത്തെ ഭരണം പിടിക്കുമെന്ന് BJP പറയുന്നുണ്ട്, തിരിച്ചുവരവ് നടത്തുന്ന UDF പറയുന്നുണ്ട്. തിരുവനന്തപുരത്തിന്റെ ഭരണം LDFന് നഷ്ടമാകുവാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഏൽക്കുമെന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കൂടി ഇപ്പൊ ആര്യക്കുണ്ടോ? അല്ല, LDFന് അത് നഷ്ടമാകും ഉണ്ടെങ്കിൽ മാത്രമല്ലേ അത് പറയേണ്ട ആവശ്യം? അതെ അതെ, അത്രേ ഉള്ളൂ. എന്റെ പൊന്നു ആര്യ, നീ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തിരുവനന്തപുരം പോയില്ലേ? ഇത് മുമ്പത്തെ വീഡിയോ ആണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ LDFന് നഷ്ടമാവുമോ എന്ന ചോദ്യത്തിന് ആര്യ പറയുകയാണ് ഇല്ല, ഒരിക്കലും നഷ്ടമാവൂല എന്നാണ്. ഒരു കാര്യം പറയാം, ആരാണ് ആര്യ രാജേന്ദ്രൻ? വെറും വൃത്തികെട്ട സ്ത്രീ. രാഷ്ട്രീയപരമായിട്ടാണ്, ഓക്കെ, അല്ലാതെ അവരുടെ ഒരു മനുഷ്യപരമായിട്ടാണ് ഞാൻ പറയുന്നത്. അത്രക്കും വൃത്തികെട്ട സ്ത്രീയാണ്. അതായത് ആര്യ രാജേന്ദ്ര, ഞങ്ങൾക്ക് ചില പ്രശ്നത്തിലാണ് ഞങ്ങളുള്ളത് എന്ന് ആര്യയോട് നമ്മൾ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആര്യ മൈൻഡ് പോലും ചെയ്യുന്നില്ല, നമ്മളെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. എല്ലാ ദിവസവും തിരുവനന്തപുരം കോർപ്പറേഷനായ സമയത്ത് ആര്യ രാജേന്ദ്രൻ ഞാൻ വലിയൊരു നേതാവാണ്, അവർക്ക് നമ്മൾ ആരെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കാതെ, മുതിർന്നവർ പ്രായമായവൾ അവളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ, ഇവളൊരു അതായത് ഈ ഒരു മേയറാവുന്ന സമയത്ത് 22-23 വയസ്സായിരുന്നു. ആ സമയത്ത് അവളെന്ന് വിളിച്ചാൽ ഇവൾക്ക് വലിയൊരു നാണക്കേടാണ്. എന്നെന്തിനാണ് അവളെന്ന് വിളിച്ചത്? ഞാൻ വലിയൊരു മേഡമല്ലേ, എന്നെ മേഡം എന്ന് വിളിക്കണം. അങ്ങനെയൊക്കെയാണ് ഭരണം കൊണ്ട്. നിങ്ങൾക്ക് ഈ യദുവിൻ്റെ ഒരു പ്രശ്നം അറിയോ? അതായത് പാവം KSRTC ഡ്രൈവർ, ഇവർ ഈ പണ്ടാരത്തിൻ്റെ വണ്ടി ഓവർടേക്ക് ആക്കി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലിയൊരു നേതാവല്ലേ, ഞാൻ വലിയൊരു വനിതാ നേതാവാണ്, ഞാൻ മേയറാണ്, എൻ്റെ വണ്ടിയെ ഓവർടേക്ക് ആക്കാൻ ഇവൻ ആരെന്ന് പറഞ്ഞിട്ട് റോഡിൽ തടഞ്ഞ സംഭവമെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ആര്യ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. തിരുവനന്തപുരത്തിന്റെ ഒരു ചരിത്രം നമുക്കറിയാലോ. LDFനെ എന്നും ചേർത്ത് വെച്ച ജനങ്ങളാണ് ഈ തിരുവനന്തപുരം ജനത എന്ന് പറയുന്നത്. ഇപ്പൊ BJPയും UDFും ഒക്കെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ രാഷ്ട്രീയ വിമർശനങ്ങളും, രാഷ്ട്രീയ തെറ്റായ പ്രചരണങ്ങളും ഒക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് തിരുവനന്തപുരം നഗരസഭയുടെ ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടല്ലോ. എനിക്കൊന്ന് നഗരസഭയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ നഷ്ടപ്പെടുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്. 100%. ഞാനൊരു കാര്യം പറയാം, ഇവള് അതായത് നിലവിൽ ഇങ്ങനെയല്ല. നിലവിൽ ആര്യ രാജേന്ദ്രന് നല്ല സ്ത്രീയാണ്, കാരണം ഭരണമില്ല. ഭരണപ്രകാരം, അതായത് ഞാൻ വീണ്ടും പറയുന്നു, വൃത്തികെട്ട സ്ത്രീ എന്ന് പറയുന്നത് പൊളിറ്റിക്സ് പ്രകാരമാണ്. ഓക്കെ, ഇവളുടെ ഒരു ചിരി കണ്ടോ നിങ്ങൾ? അതായത് ഞാൻ എന്ത് വൃത്തികേട് ചെയ്താലും CPM ജയിക്കുമെന്നുള്ള ഒരു വൃത്തികേട്, ഞാൻ എങ്ങനെ നടന്നാലും എന്നെ വോട്ടിട്ട് ജയിപ്പിക്കുമെന്ന ഒരു ഗമ, അതുകൊണ്ടാണ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്തായാലും നീ തോറ്റ് പണ്ടാരമടങ്ങില്ലേടി. ഓക്കെ, ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ തെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതും ഈ ഭരണസമിതിയുടെ കാലത്താണ്.
അങ്ങനെ 4 ഉപതെരഞ്ഞെടുപ്പുകൾ നേരിടേണ്ടി വന്നു. നമ്മൾ ശരിക്കും രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏതാണ്ട് 20-25 വർഷമായി BJP അവരുടെ ഒരു കുത്തക സീറ്റ് എന്ന് പറഞ്ഞിരുന്ന ഒരു സീറ്റ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് 55 ഞാൻ ചുമതലയേൽക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കക്ഷിനില അതിൽ നിന്ന് 56 വന്നത് ഒരു ചരിത്ര സംഭവം തന്നെയാണ്. ചരിത്ര സംഭവം തന്നെ. അതായത് ഇവള് മേയറായ ആ സമയത്ത് 55 സീറ്റായിരുന്നു LDF ഉണ്ടായത്. പക്ഷെ ഇവൾ ജയിച്ച അന്ന് 56 അതൊക്കെ വിചാരിച്ചിട്ട് ഈ പൊളിറ്റിക്സ് ആയിട്ട് ഈ ഒരു വൃത്തികെട്ട സ്ത്രീ, അതായത് പൊളിറ്റിക്സ് പ്രകാരം ഇവള് റിയലി വൃത്തികെട്ട സ്ത്രീ അല്ല, പൊളിറ്റിക്സ് പ്രകാരം ഈ വൃത്തികെട്ട സ്ത്രീ പറയുന്നത് ഞാൻ കാരണം ഒരു സീറ്റ് കൂടുതൽ കിട്ടിയെന്നാണ്. പിന്നെ എന്തായാലും നിന്നെ, അതായത് ഇവളുണ്ടല്ലോ ഇന്ന് MLA-യോ MP-യോ ആവേണ്ട വലിയൊരു നേതാവ് അല്ല, മേയറായവർക്ക് എന്തായാലും MP-യിൽ സീറ്റ് കിട്ടും, MLA-യിൽ സീറ്റ് കിട്ടും. ഇവളെ എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാത്തത്? അവളുടെ സ്വന്തം പാർട്ടിക്കാർ പോലും പറയുകയാണ് ഇവൾ വൃത്തികെട്ടവളെന്ന്. CPM-കാരോട് നിങ്ങൾ, തിരുവനന്തപുരത്തെ നല്ലവരായ CPM-കാരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആര്യ രാജേന്ദ്രൻ എങ്ങനെ അവർ തുപ്പുകയാണ്. എന്താണ് ഇവൾക്ക് സംഭവിച്ചത്? ആ ഫോൺ സംഭാഷണത്തിലേക്കൊക്കെ വരാം. മറുനാടൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് എന്തായാലും അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, കഴിഞ്ഞ ദിവസം മനോരമ ഓൺലൈനിൽ വന്നൊരു വാർത്ത ഞാൻ പ്രേക്ഷകരെ ആദ്യം വായിച്ച് കേൾപ്പിക്കാം. റോളില്ലാതെ ആര്യ രാജേന്ദ്രൻ പാർട്ടി പൊതുയോഗത്തിൽ കാഴ്ചക്കാരിയായി ഒതുങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പ് സീറ്റ് നൽകാതിരുന്നതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലും മുൻ മേയർ ആര്യ രാജേന്ദ്രന് വലിയ റോൾ നൽകാതെ CPM. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായി തിരുവനന്തപുരത്ത് പാർട്ടി അവതരിപ്പിച്ച മേയറെയാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടമായതോടെ പ്രചാരണവുമായി ബന്ധപ്പെട്ട പൊതുപരിപാടികളിൽ നിന്ന് പോലും പാർട്ടി ഒഴിവാക്കി നിർത്തുന്നത്. ഭരണത്തിന്റെ പിഴവാണ് കോർപ്പറേഷൻ ഭരണം നഷ്ടമാകാനും ആദ്യമായി BJP ഭരണം പിടിച്ചെടുക്കാനും കാരണമായതെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ ശക്തമായതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതിരുന്നത്. ഇന്നലെ പൂജപ്പുരയിലെ പാർട്ടി പൊതുയോഗത്തിൽ കാഴ്ചക്കാരിയുടെ റോളിലാണ് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ ആര്യ രാജേന്ദ്രൻ എത്തിയത്. CPM ജനറൽ സെക്രട്ടറി MA ബേബി ആയിരുന്നു പരിപാടി ഉദ്ഘാടകൻ. മുന്നണിയിലെ പ്രധാന നേതാക്കൾ വേദിയിലെത്തിയപ്പോൾ മുൻ മേയർ കസേരയിൽ പോലും ഇരിക്കാതെ ഒരു ഭാഗത്ത് ഒതുങ്ങി നിന്നു. MA ബേബിയുടെ പ്രസംഗം 1.5 മണിക്കൂറോളം നീണ്ടു. അതിനുശേഷമാണ് നിയമം പ്രകടന പത്രിക പുറത്തിറക്കിയത്. സ്ഥാനാർത്ഥി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങും മുൻപ് ആര്യ രാജേന്ദ്രൻ മടങ്ങി. ആര്യ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നതെന്നും അവിടുത്തെ പാർട്ടി ചുമതലപ്പെടുത്തിയത് പ്രകാരമാണ് അവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നതുമാണ് ആര്യ പ്രചരണത്തിനെത്തുമോ എന്ന ചോദ്യത്തിന് ബാലുശ്ശേരിയിൽ മത്സരിക്കുന്ന ഭർത്താവ് സച്ചിൻ ദേവ് പറഞ്ഞത്. വളരെ പ്രാധാന്യമുള്ളൊരു വാർത്തയാണിത്. ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്താണല്ലേ, സ്വന്തം ഭർത്താവ് LDF-ന്റെ സ്ഥാനാർത്ഥിയാണ്, അവൻ പോലും ഇവളെ മൈൻഡ് ചെയ്യുന്നില്ല. വരണ്ട, നീ വന്നാൽ ഞാൻ തോക്കുമെന്ന് വീട്ടിൽ ചിലപ്പോൾ പറഞ്ഞുണ്ടാവും. അതായത് സച്ചിന് പോലും, സ്വന്തം ഭർത്താവിന് പോലും വിശ്വാസമില്ലാത്ത ഒരു ഭാര്യയായി വളരെ വളരെ മോശം ആര്യ. ഇതിനൊക്കെ ദൈവം തന്നതാണ്, പാവങ്ങളെ നീ സംരക്ഷിക്കാത്തത് കൊണ്ട് ദൈവം നിനക്ക് തന്ന ശിക്ഷ, അത്രമാത്രം നീ ഇതിനെ ചിന്തിച്ചാൽ മതി. ഓക്കെ, ഞെട്ടിക്കുന്ന ആ ഒരു ഫോൺ സംഭാഷണം ഒന്ന് കേട്ട് നോക്കാം. അതായത് തിരുവനന്തപുരത്ത് യദു ഉണ്ടല്ലോ, ഈ യദുവിനെ കുറെ ആക്രമിച്ചിട്ടുണ്ടല്ലോ ഈ പറയുന്ന ആര്യ. ആ യദുവും മറുനാടനും സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണമാണ്. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതുകൂടി കേൾക്കുക. ഇപ്പൊ ഈ ആര്യ രാജേന്ദ്രനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല, അവരെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കുന്നില്ല. നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ, അവരെ ആർക്കും വേണ്ടാത്തൊരവസ്ഥ വന്നിരിക്കുന്നു കണ്ടായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ കമന്റ് അത് കേൾക്കാറുണ്ടെന്ന് പറഞ്ഞേ. അവര് പ്രവൃത്തി ദൂഷ്യം കൊണ്ടാണ് അങ്ങനെ വന്നത്, അല്ലാതെ എനിക്ക് വേറൊരു കമന്റ് പറയാനില്ല. അവര് കാണിച്ചതിന്റെ തെറ്റവര് അനുഭവിക്കും, അത്രയായിട്ട്. അല്ല, അവരെ ഇപ്പം നിങ്ങളുമായിട്ടുള്ള വിഷയമാണ് അവരുടെ ഈ വലിയ അവസാന നാശത്തിന് കാരണമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലല്ല, അവര് എന്റെ ഒരു വിഷയം മാത്രമല്ല, ഒത്തിരി വിഷയമുണ്ട്. എന്റെ വിഷയം അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമ്മുടെ വിഷയമല്ല. പക്ഷെ ഞാൻ അന്ന് പ്രതികരിച്ചുകൊണ്ട് നാട്ടുകാർ അറിഞ്ഞു, ആളുകൾ അറിഞ്ഞു അവരെ തനി സ്വഭാവം ഇതാണെന്നുള്ളത്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ അതിന്റെ ഒരു വ്യക്തി മാത്രമാണ്. അതിപ്പോ അവരുടെ ഭർത്താവിന്റെ സ്ഥലത്ത് പോലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വിളിക്കുന്നില്ല എന്നാണ് വാർത്ത. അല്ലെ, ഭർത്താവിനെ ക്ലീൻ ചീറ്റ് കൊടുക്കാൻ വേണ്ടിയില്ലേ ഗണേഷ് കുമാർ പറഞ്ഞത് 6 മണിക്കൂർ ഇത് സംസാരിച്ചു. മേയറുമായിട്ടുള്ള വിഷയത്തിന്റെ പുറത്തല്ല യദുവിനെ KSRTC പുറത്തു വിട്ടേന്നല്ലേ പറഞ്ഞേ. അപ്പൊ ഞാൻ വിവരാവകാശം KSRTC വെച്ചായിരുന്നു. വെച്ചപ്പോ ലഭ്യമല്ലെന്നാണ് പറയണത്. അങ്ങനെ ഒരു രേഖയെ ലഭ്യമല്ല എന്നാണ് പറയുന്നത്. ഏതായാലും 6 മണിക്കൂർ സംസാരിച്ചുള്ള വിവരം ലഭ്യമല്ല. അത് കൊണ്ടുവന്നതെന്ന് വെച്ചാ, ആ സംഭവം കൊണ്ടുവന്നതെന്ന് വെച്ചാ ബാലുശ്ശേരിയില് ഈ സച്ചിൻ ദേവ് നിൽക്കുകയാണ് MLA ആയിട്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ആക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഇത്രയും ദിവസം ഞാൻ ചോദിച്ചിട്ട് റിപ്പോർട്ട് ലഭ്യമല്ല. നിങ്ങളിപ്പോഴും ഫൈറ്റ് തുടരുവാണ് ഇങ്ങനത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്? ഏത് ഇപ്പോഴും നിങ്ങൾ ഇത് അന്വേഷണങ്ങളും ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ബാക്കിൽ തന്നെ ഉണ്ട്. ആണ്, മറുപടി പറയിപ്പിച്ചിട്ട് പോകൂ. അത് ഏതെങ്കിലും ഒരെണ്ണം, ആരെങ്കിലും ഒരാള് തെറ്റുകാരാണോ എന്ന് കണ്ടുപിടിക്കട്ടെ.
കൊള്ളാം. ഒന്നീ ഞാൻ തെറ്റുകാര് അല്ലെങ്കിൽ അവര് തെറ്റുകാരാണെന്നുള്ള കണ്ടുപിടിക്കും. എന്തായാലും മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ആര്യ രാജ്യത്തിന് ഇപ്പൊ ആർക്കും വേണ്ടാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സന്തോഷം ഞാൻ കണ്ടെത്താറില്ല. ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോ അത് ഞാൻ സന്തോഷം കണ്ടെത്താറില്ല. പക്ഷെ അവര് സന്തോഷം കണ്ടെത്തുമായിരിക്കും. പക്ഷെ എനിക്ക് അതിന് സാധിക്കില്ല. ഞാൻ മനുഷ്യനാണ്. ആയിക്കോട്ടെ. മറ്റൊരു മനുഷ്യന് ആപത്തും വിഷമവും വരുമ്പോ സന്തോഷിക്കാനുള്ള മനസ്സല്ല. ആയിക്കോട്ടെ. താങ്ക് യു.